Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയില് മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ എല്ലാ ദിവസവും കുറേ മലയാളം സെന്റൻസുകൾ, മലയാളം വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോ ടെൻസസും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിലെ 8th വീഡിയോ ആണിത്. ഇതിനു മുൻപ് ഞാൻ 7 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർഡറിൽ തന്നെ വീഡിയോ കാണാൻ മാക്സിമം ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ വരും ദിവസങ്ങളിൽ വലിയ സെൻറ്റൻസുകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഈ ഒരു ടെൻസസിന്റെ ക്ലാസ് ഓർഡറിൽ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ടെൻസ് ആണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാസ്റ്റ് ടെൻസിൽ വരുന്ന ആദ്യത്തെ ടെൻസായ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിലെ രണ്ടാമത്തെ ടെൻസ് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർമ്മയുണ്ടാവണല്ലോ. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? ഈ ഒരു നിമിഷത്തിൽ നിങ്ങളും ഞാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ പറയും ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ആം ടീച്ചിങ് എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങൾക്ക് പറയാം ഐ ആം ലിസണിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ എന്താണ് വ്യത്യാസം? അപ്പോ ഞാനിവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ? അതൊരു സ്കെയിലാണ്. ആ സ്കെയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് കാണിക്കുന്നത് എന്താണെന്ന് അറിയോ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ആണ്. പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂതകാലം. പ്രസന്റ് എന്ന് പറഞ്ഞാലോ വർത്തമാനകാലം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാലം. ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു പ്രവൃത്തി പാസ്റ്റിൽ വെച്ച് തന്നെ എപ്പോഴോ അവസാനിച്ചു. മനസ്സിലായോ? ഒരു പോയിന്റ് ഓഫ് ടൈമില് അവസാനിച്ചു. അപ്പൊ ഈ ഒരു കാര്യം പറയുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ഫയർ അലാം അടിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അവൾ ഉറങ്ങുകയായിരുന്നു, കളിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, ഓടുകയായിരുന്നു എന്ന് പറയുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് എഴുതി തുടങ്ങാം. അപ്പൊ ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്? ആരാണ് ഉറങ്ങുന്നത്? അവളാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഷീ എഴുതാം. ഇനി ഉറങ്ങുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഉറങ്ങുകയായിരുന്നു, ആയിരുന്നു എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരേണ്ടത് വാസ് അല്ലെങ്കിൽ വേറാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഒരാളാണ്. അപ്പൊ ഹീ, ഷീ ഒക്കെ വരുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യുക? അതുപോലെ ഇറ്റും നെയിംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. അപ്പോൾ ഷീ വാസ്. ഇനി കണ്ടിന്യൂസ് ടെൻസ് അല്ലേ ഇത്? അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്തായാലും വേർബിന്റെ കൂടെ ING ഉണ്ടായിരിക്കും. ING ഫോം ഓഫ് ദി വേർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ എങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറയാൻ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയാം. ഇനി വാട്ട് എന്നോ ഫോർ ഹുംന്നോ അല്ലെങ്കിൽ ഹൗ എന്നോ വൈ എന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. എപ്പോഴാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത് എന്ന് മാത്രമാണ് എഴുതിയേക്കുന്നത്. എപ്പോഴാണ്? ഫയർ അലാം അടിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ എഴുതാ? വെൻ ദ ഫയർ അലാം റാങ് എന്ന് പറയും. അപ്പൊ ഇവിടെ വെൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫയർ അലാം അടിച്ച ആ ഒരു സമയത്ത് അപ്പോൾ അവൾ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞേ, ഷീ വാസ് സ്ലീപ്പിംഗ് വെൻ ദ ഫയർ അലാം റാങ്. അപ്പൊ റാങ് എന്ന് പറയുന്നത് റിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിക്കുക. റാങ് എന്ന് പറഞ്ഞാലോ അടിച്ചു. അപ്പോൾ റാങ്ങും അതുപോലെ തന്നെ നമ്മൾ വെന്നും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വരുന്നത്? അടിച്ചപ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഫയർ അലാം അടിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് അർത്ഥം വന്നത്. മനസ്സിലായില്ലേ? ഫയർ അലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ,
ഫയർ അലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫീസിലും അതുപോലെ തന്നെ ഫ്ലാറ്റ്സിലൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഡേഞ്ചർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അലാം അടിക്കുന്നത്. അപ്പം നമ്മൾ സേഫായിട്ട് മാറാൻ, എവിടേക്കെങ്കിലും മാറാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഫയർ അലാം അടിച്ചപ്പോൾ ആ ഒരു സമയത്ത് അവൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസില് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? അതായത് ആ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടാവുക ഏത് ടെൻസിലാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്, ING ഫോമിലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രവൃത്തിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് പെട്ടെന്നൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും വേറൊരു പ്രവൃത്തി. ആ പ്രവൃത്തി ഏത് രൂപത്തിലായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ വേർബിന്റെ സെക്കൻഡ് ഫോം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ സെന്റൻസിൽ എന്താ നമ്മൾ പറഞ്ഞത്? ദ ഫയർ അലാം റാങ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുന്നത് അവൾ ഉറങ്ങുകയായിരുന്നു, കളിക്കുകയായിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ മിക്ക സമയത്ത് നമുക്ക് കാണാൻ പറ്റുക ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു സമയത്ത് മറ്റൊരു പ്രവൃത്തി വന്ന് ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്, അവൾ ഉറങ്ങുകയായിരുന്നു. എപ്പോഴാണ്? ഫയർ അലാം അടിച്ചപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ആ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് എന്താണ്? ING ഫോം ഓഫ് ദി വേർബ് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എഴുതിയത്. ഫയർ അലാം അടിച്ചത് നമ്മളിങ്ങനെ എഴുതിയത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതിയത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ വെൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ ഗ്രാമർ വൈസ് നോക്കുമ്പോൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്നൊക്കെയാണ് പറയാ. അതായത് ക്ലോസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ക്ലോസസ് ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ആദ്യത്തെ വേർബിനെയും പിന്നെ ഉണ്ടായ കാര്യത്തിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെഴുതിയത്? വെൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം, ഇടിമിന്നൽ കേട്ടപ്പോൾ മാർത്ത തൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ മാർത്ത ഇറങ്ങുകയായിരുന്നോ എന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് ഹൂ എന്നുള്ളിടത്ത് ആരാണ് ഇറങ്ങുന്നുണ്ടായിരുന്നത്? മാർത്തയാണ്. അപ്പോൾ നമ്മൾ മാർത്ത എന്ന് എഴുതി. ഇനി മാർത്ത വാസ് ആണ്, വേറാണ് വരാ? വാസ് ആണ്. അപ്പം മാർത്ത വാസ് ഇറങ്ങുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ലീവ് എന്നുള്ളൊരു വേർബ് വെച്ച് നമുക്ക് ING എഴുതാം. അപ്പൊ എന്തായി സെന്റൻസ്? മാർത്ത വാസ് ലീവിങ് എന്നായി. എന്താണ്? തൻ്റെ അപ്പാർട്ട്മെന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എഴുതാം ഹെർ അപ്പാർട്ട്മെന്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് ബാക്കിയുള്ളതൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഹൂസ്, അബൌട്ട് ഹും ഒന്നും എഴുതിയിട്ടില്ല. ഫോർ ഹും, ഹൗ ഒന്നും എഴുതിയിട്ടില്ല. വെൻ എന്നുള്ളിടത്ത് നമുക്ക് എഴുതാം. എപ്പോഴാണ് അവൾ ഇറങ്ങുന്നുണ്ടായിരുന്നത്? ഇടിമിന്നൽ കേട്ടപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കേട്ടപ്പോൾ, അപ്പോൾ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ വെൻ എഴുതണം. അപ്പൊ വെൻ ഷീ, അവൾ കേട്ടപ്പോൾ എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ വീണ്ടും മാർത്ത എന്ന് എഴുതണേലും നല്ലത് നമുക്ക് ഷീ എന്ന് പറയാം. വെൻ ഷീ കേട്ടപ്പോൾ എന്നാണ് പറഞ്ഞത്. അതായത് കേട്ടു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ വെൻ ഷീ ഹേർഡ്, ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടു എന്നാണ് അർത്ഥം വരുന്നത്. ഹിയറിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. വെൻ ഷീ ഹേർഡ് എന്താണ്? ദ തണ്ടർ സ്റ്റോം എന്ന് പറയും. തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? മാർത്ത വാസ് ലീവിങ് ഹെർ അപ്പാർട്ട്മെന്റ് വെൻ ഷീ ഹേർഡ് ദ തണ്ടർ സ്റ്റോം എന്നാണ് നമ്മുടെ സെന്റൻസ്. അപ്പം നിങ്ങളിൽ പലവർക്കും ഇപ്പം സംശയം വന്നിട്ടുണ്ടാവും, തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം ഹെർ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൂടെ എന്ന്. തീർച്ചയായിട്ടും നമുക്കങ്ങനെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഫ്രം എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിന്ന് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാതെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ മാർത്ത വാസ് ലീവിങ് ഹെർ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും മാർത്ത വാസ് ലീവിങ് ഫ്രം ഹെർ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി നമുക്ക് പറയണം, ഒക്ടോബറിൽ ഞാനൊരു കാഷ്യറായി ജോലി ചെയ്യുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ആരാണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്? ഞാനാണ്. അപ്പൊ നമ്മൾ I ആണ് എഴുതേണ്ടത് സബ്ജക്റ്റ് ആയിട്ട്, ഹൂ എന്നുള്ള സ്ഥാനത്ത്. ഇനി നമ്മൾ വാസ് ആണ്, വേറാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇത്ര നാള് നമ്മൾ ടെൻസസ് പഠിക്കുമ്പോൾ I കുറച്ച് എക്സെപ്ഷണൽ ആയിരുന്നു. കാരണം I ഇപ്പോഴും പ്ലൂറൽ സബ്ജക്ട്സിന്റെ റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ടെൻസിൽ I വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക.
അപ്പൊ എപ്പോഴും ഐ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ് ആണ്. ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുള്ളൂ. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്യാന്ന്, ആകെ ഒരു സിറ്റുവേഷനിൽ നമ്മളത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അത് എപ്പോഴും വാസ് ഓർ വേറിൽ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഐ വാസ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അത് തെറ്റില്ല. അപ്പൊ ഐ വാസ് ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ ഐ വാസ് വർക്ക് എന്നുള്ള വേർബ് എടുത്ത് നമ്മൾ ING എഴുതും. അപ്പൊ എന്തായി? ഐ വാസ് വർക്കിംഗ്. ഇനി വാട്ട് എന്നുള്ളടത്ത് നമുക്ക് ആസ് വാട്ട് എന്ന് ചോദിക്കാം. എന്തായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്? എന്തായിരുന്നു? ഒരു കാഷ്യർ ആയി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ആസ് എ കാഷ്യർ എന്ന് പറയാം. ഇവിടെ യൂസ് ചെയ്തത് ഒരു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ആസ് എ കാഷ്യർ. അപ്പൊ ആസ് എ കാഷ്യർ. ഇനി എന്താ നമ്മൾ എഴുതേണ്ടത്? ഇനി അബൌട്ട് ഹും ഫോർ ഹും ഒന്നും എഴുതാനില്ല. വെൻ എന്ന് മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ. ഒക്ടോബറിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഇൻ ഒക്ടോബർ എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ വാസ് വർക്കിംഗ് ആസ് എ കാഷ്യർ ഇൻ ഒക്ടോബർ എന്നായി. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഒക്ടോബർ മാസത്തിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം കുറച്ച് നാളുകളായിട്ട്, ഒക്ടോബർ മാസത്തിൽ കുറച്ച് നാള് തുടങ്ങുമ്പോഴും എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? ആ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ തുടങ്ങിയതിന് ശേഷം കുറച്ച് നാളത്തേക്ക് ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പൊ പാസ്റ്റില് കുറച്ച് നാള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്ന ഒരു പ്രവൃത്തി സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പറയണം, 15 വയസ്സാവുമ്പോഴേക്കും അവനൊരു കായിക താരമാവാനുള്ള പരിശീലനത്തിലായിരുന്നു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ആരാണ് പരിശീലനത്തിലായിരുന്നത്? അവനാണ്. അപ്പൊ നമ്മൾ ഹി എഴുതി, ഇനി ഹി വാസ് എഴുതി, ഇനി നമ്മൾ പരിശീലനത്തിലായിരുന്നു എന്ന് പറയാൻ ഹി വാസ് ട്രെയിനിങ് എന്ന് പറയാം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് അടുത്തത് ചോദിക്കാം. വാട്ട് എന്നുള്ളടത്ത് ഫോർ വാട്ട് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? എന്തിനു വേണ്ടിയിട്ടാണ് പരിശീലിക്കുന്നുണ്ടായിരുന്നത്? ഒരു കായിക താരമാകാനുള്ള എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഒരു കായിക താരമാകാൻ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ടു ബി ആൻ അത്ലറ്റ് എന്ന് പറയും. ടു ബി ആൻ അത്ലറ്റ്, അതായത് ഒരു കായിക താരമാകാൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ ഇനി നമുക്ക് എന്താ എഴുതാനുള്ളത്? വെൻ എന്നാണ് എഴുതാനുള്ളത്. അപ്പൊ വെൻ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? 15 വയസ്സാവുമ്പോഴേക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് നമ്മൾ 15 വയസ്സിൽ തന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയാനാണ് ഇവിടെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ബൈ ദി ഏജ് ഓഫ് 15 എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ കുറച്ച് നാളുകളായിട്ട്, അതായത് മുൻപ് പാസ്റ്റിൽ കുറച്ച് നാളുകളായിട്ട് നടന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ ചില സമയത്ത് ഈ സെന്റൻസുകളിലൊക്കെ മിക്കതും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ്. ഏതൊക്കെയാണ്? ഓൾ ദി ടൈം, അതായത് എല്ലായ്പ്പോഴും. കോൺസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ നിരന്തരമായി. കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാലോ തുടർച്ചയായി. ഇങ്ങനത്തെ വാക്കുകളൊക്കെ സെന്റൻസുകളിൽ മിക്കതും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇനി എനിക്ക് പറയണം, ഞാൻ ഇപ്പോഴും എൻ്റെ കോളേജിലെ ആദ്യ വർഷത്തിൽ അക്ഷരതെറ്റുകൾ വരുത്തുമായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ആരാണ് അക്ഷരതെറ്റുകൾ വരുത്താറുള്ളത്? ഞാനാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഐ എന്ന് എഴുതും. ഇനി നമ്മൾ വാസ് ആണോ വേറാണോ യൂസ് ചെയ്യുക? ഐ വാസ് എന്ന് എഴുതും. അപ്പൊ അക്ഷരതെറ്റുകൾ വരുത്തുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട വാക്ക് മേക്ക് എന്നാണ്. അപ്പൊ മേക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഐ വാസ് മേക്കിംഗ്. വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? എന്താണ് വരുത്താറുള്ളത്? സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്, അക്ഷരത്തെറ്റുകൾ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്ന് എഴുതും. ഐ വാസ് മേക്കിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഇനി നമുക്ക് നേരെ വെൻ എന്ന് ചോദിക്കാം. എപ്പോഴാണ് വരുത്താറുള്ളത്? എപ്പോഴും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഓൾ ദ ടൈം എന്ന് പറയും. ഇനി ആ ഓൾ ദ ടൈം എപ്പോഴും തന്നെ ഇനിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? കൂടുതൽ ഇൻഫർമേഷൻസ് അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എൻ്റെ കോളേജിലെ ആദ്യ വർഷത്തിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ് എന്ന് പറയും. അപ്പൊ ഡ്യൂറിങ് എന്ന് പറയുന്നത് ആ ഒരു സമയം കാണിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ ആ ഒരു സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഇയർ ഓഫ്, എൻ്റെ ആദ്യ കൊല്ലത്തിൽ. ഏതിൻ്റെയാണ്? കോളേജിലെ ആദ്യത്തെ കൊല്ലത്തിൽ. അപ്പൊ ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ്. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ വാസ് മേക്കിംഗ് spelling mistakes all the time during my first year of college എന്ന് വരും. ഇനി നമുക്ക് പറയണം,
ഇതൊരു ഈസി സെന്റൻസ് ആട്ടോ. അവർ വീടിന്റെ പുറകുവശത്തെ പുൽത്തകിടി വെട്ടുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ആരാണ് പുൽത്തകിടി വെട്ടുന്നുണ്ടായിരുന്നത്? അവരാണ്. അപ്പൊ ദേ വേർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ വി വന്നാലും ദേ വന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദേ വേർ ആണ്. മനസ്സിലായോ? അപ്പൊ ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, യു വേർ, ദേ വേർ, വി വേർ. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത്? അപ്പൊ ആരാണ് പുൽത്തകിടി വെട്ടുന്നുണ്ടായിരുന്നത്? അവരാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ ദേ വേർ എന്നാണ് പറയാ. അപ്പൊ ദേ വേർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? പുൽത്തകിടി വെട്ടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ പുൽത്തകിടി വെട്ടുകയായിരുന്നു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് പുല്ലുകൾ വെട്ടുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? മൂവ് എന്നാണ് വേർബ്, അതിൻ്റെ ഒപ്പം ing ആഡ് ചെയ്യുക. അപ്പൊ മൂവിങ് എന്നാവും. അപ്പൊ ദേ വേർ മൂവിങ്. ഇനി വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? എന്താ നമുക്ക് എഴുതാൻ പറ്റുക? പുൽത്തകിടിയാണ്. അപ്പോൾ ദേ വേർ മൂവിങ് ദ ലോൺ. ഇനി നമ്മൾ എന്താ എഴുതാം? അപ്പൊ എവിടുത്തെ പുൽത്തകിടിയാണ് അവർ വെട്ടുന്നുണ്ടായിരുന്നത്? വീടിന്റെ പുറകുവശത്തെ എന്ന് പറയാൻ നമുക്ക് ഈസി ആയിട്ട് അവിടെ വീടിന്റെ പുറകുവശത്തെ എന്ന് പറയണതിന്റെ പകരം നമുക്കൊരു വാക്കുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ദി ബാക്ക് യാർഡ് എന്ന് എഴുതാം. അപ്പൊ ദേ വേർ മൂവിങ് ദ ലോൺ ഇൻ ദി ബാക്ക് യാർഡ് എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും ഉപയോഗിക്കുക? പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നിന്നു. അപ്പൊ ആ ഒരു കാര്യം പറയാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു പ്രവൃത്തി, ഓൾറെഡി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു പ്രവൃത്തി പെട്ടെന്ന് വേറൊരു പ്രവൃത്തിയായിട്ട് ഇന്ററപ്റ്റ് ആവുമ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും വാസ് ആണ് യൂസ് ചെയ്യുക എന്ന്. അപ്പം ഞാൻ എപ്പോഴാണ് വേർ യൂസ് ചെയ്യുക എന്ന് പറയാനുള്ളത് വീഡിയോ എടുക്കുമ്പോൾ പറയാൻ വിട്ടുപോയി. അപ്പം ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഈ ഒരു ടെൻസിൽ വരുന്നതല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഇമാജിൻ ചെയ്ത്, അതായത് നമ്മൾ സങ്കല്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയില്ലേ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് പറക്കാൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ സെൻറ്റൻസുകൾ പറയുമ്പോൾ നമുക്ക് ഐ വേർ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇഫ് ഐ വർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്താണ്? ഐ കുഡ് ഫ്ലൈ, എനിക്ക് പറക്കാൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഐ വേർ യൂസ് ചെയ്യുക. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഐ വാസ് ആണ് യൂസ് ചെയ്യുക. ഇനി വേറൊരു ഉദാഹരണം, ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ വേറെ ജോലി നോക്കുമായിരുന്നു. ഇതെങ്ങനെ നമ്മൾ പറയും? ഇഫ് ഐ വേർ യു ഐ വുഡ് ലുക്ക് ഫോർ അനദർ ജോബ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഐ വേർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ആകെ ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, അതായത് സങ്കല്പിച്ച് പറയുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ അൺറിയൽ ആയിട്ടുള്ള, ഇപ്പോഴത്തെ റിയൽ അല്ല, അപ്പോൾ റിയൽ അല്ലാത്ത കാര്യങ്ങളും പറയാൻ വേണ്ടി നമ്മൾ ഐ വേർ യൂസ് ചെയ്യും. അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഭാവിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ മതി നിങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഓരോ വേർഡ്സ് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ എഴുതാൻ നോക്കാം. എങ്ങനെ നമ്മൾ പറയാം? നമ്മൾ സ്ട്രക്ചർ അനുസരിച്ച് എഴുതാൻ ട്രൈ ചെയ്യൂ കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.